അതെ, വിന്നറാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്കാണ്. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തായതുകൊണ്ട് എനിക്ക് വിന്നറാകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ബിഗ് ബോസിൽ അനുമോള്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്നെ കഴിയുന്ന എൻ്റെ സുഹൃത്തുക്കളോട് വോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അനുമോൾക്ക് വോട്ട് ചെയ്യണം. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഹോട്ട്സ്റ്റാർ ഉണ്ടോ ഫോണിൽ? ഹോട്ട്സ്റ്റാർ ഉണ്ടോ? ഇല്ല, ഹോട്ട്സ്റ്റാർ ഇല്ല. സിമ്പിള്, ഹോട്ട്സ്റ്റാർ എടുക്കുക, അതിൽ ബിഗ് ബോസിൻ്റെ ഇതിൽ പോവുക, നേരെ അനുമോളുടെ ഫോട്ടോയിൽ വെക്കുക, വോട്ടായി വെച്ച് കാണുന്നില്ല. സിമ്പിളാണ്, അതൊരു വലിയ ടാസ്ക് പിടിച്ച പണിയൊന്നുമില്ല. ബിഗ് ബോസ് കാണണം. കാര്യം എൻ്റെ ലൈഫിൽ മാറ്റം വന്നൊരു ഷോയാണ് ബിഗ് ബോസ്. ആദ്യത്തേക്കൊരു അന്ന് ലൈഫിൽ മാറ്റം സംഭവിച്ചുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഒരു 7 കൊല്ലമായിട്ട് ഇന്ന് വരെയും എനിക്കൊരു എന്നെ സംബന്ധിച്ച് ജിമ്മാണെങ്കിലും ഒരുപാട് ഇനാഗ്രേഷൻ കിട്ടുന്നത് റീസൺ ഈ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എന്തായാലും അനുമോൾ വിന്നറാവട്ടെ. കാര്യം ഇപ്പോൾ ആരതി എൻ്റെ കൂടെ വരുന്ന പോലെ ഒരുപാട് ഉദ്ഘാടനങ്ങൾക്ക് അനുമോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അനുമോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഭയങ്കര അത് ബിഗ് ബോസിന്റെ ഷോ അങ്ങനെയാണല്ലോ. അതൊരു ഫാൻ ഫൈറ്റും അങ്ങനെയുള്ള ഒരു മൊത്തത്തിലൊരു ഫൈറ്റിംഗ് ഉണ്ടാവും. ഷോയിലൊരു കൂട്ടം മാത്രമല്ല, മാൻ ടു മാനോ അല്ലെങ്കിൽ ഗേൾ അങ്ങനെ ഫൈറ്റിംഗ് ചെറിയതായിട്ട് വാക്കുതർക്കമുള്ള ഷോ ആണ്. ബിഗ് ബോസ് ഒരു ഇടതല മൂർച്ചയുള്ളൊരു വാളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടാൻ മുറിയും. അത് അങ്ങനെയാണ് ഈ ഷോയുടെ ഒരു പാറ്റേൺ. അപ്പോൾ ഈ ഷോ തീരാറാകുമ്പോഴാണല്ലോ ഇതിൻ്റെ ഒരു റിയൽ ആ ഒരു ഇത് വരുന്നത്, ഒരു എന്താ പറയുക ഫൈറ്റ് വരുന്നത്. അതിൻ്റെ ഒരു ഇത് പിന്നെ അനുമോൾ കല്ല് പോലെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ ഒരു ബിഗ് ബോസിലെ കല്ല് പോലെയാണ് അവിടെയുള്ള എല്ലാ ആളുകളും അറ്റാക്ക് ചെയ്തിട്ടും അവനിങ്ങനെ ആ ഒരു ഭയങ്കര സങ്കടം വരും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ. ഒരു ഹൗസിലെ എല്ലാ ആളുകളും എഗൻസ്റ്റ് ആവുകയാണ്. അത് എല്ലാ ആളുകളും മാനിപ്പുലേറ്റ് ആണത്. ഒരു വ്യക്തിയെ 2 വ്യക്തികൾ കൂടി മാനിപ്പുലേറ്റ് ചെയ്തത് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ഷോയുടെ പാറ്റേൺ ആണ്. പി ആർ വെച്ചിട്ട് നമുക്ക് എത്ര നാളതിൻ്റെ അത് നിൽക്കാൻ പറ്റും? നമ്മൾ ഇപ്പോൾ ഒരു പി ആർ എന്ന് പറയുക ഒരു 5 പേര് 10 പേരുണ്ടാവും. അപ്പോൾ അവർ വോട്ട് പിടിക്കുകയാണെങ്കിൽ എത്ര വോട്ട്? 1 ലക്ഷം വോട്ട് പിടിക്കാൻ പറ്റും. 1 ലക്ഷം വോട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എത്ര വോട്ട് വേണം? എത്ര ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അനുമോൾ അതിനകത്ത് നിൽക്കുന്നത്. പി ആർ മാത്രമല്ല, പി ആർ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയോ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഏഷ്യാനെറ്റ് ഇടുന്ന കൊളാബ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പി ആർ എന്നാണെങ്കിൽ ബിഗ് ബോസിൽ പോയി എല്ലാ ആളുകൾക്കും പി ആർ ഉണ്ട്. കാര്യം ഞാൻ പോയ സീസൺ തൊട്ട് ആണ് പി ആർ ഇല്ലാത്ത സീസണും. അതിന് മുമ്പത്തുള്ള എല്ലാ സീസണും അവരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് അവർ പോവാണ്. അപ്പോൾ അവരുടെ ബൂസ്റ്റിങ്ങുള്ള വീഡിയോസും പോസ്റ്റുകളും വോട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പി ആർ എന്നല്ല, അതൊരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ബ്രാൻഡ് പ്രൊമോഷനാണ്. അതിനൊരു പി ആർ എന്ന് എനിക്കറിയില്ല. നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കുറച്ച് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോളെ ഞാൻ പി ആർ ചെയ്തിട്ടാണ്, എനിക്ക് അനുമോൾ കാശ് തന്നിട്ടാണോ ഞാൻ അവളെ പ്രൊമോട്ട് ചെയ്യുന്നത്? എന്നെപ്പോലെ തന്നെ ആയിരങ്ങൾ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് കാശ് കൊടുത്തിട്ട് അനുമോള് കാശ് കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യുക. എനിക്കെന്നാൽ അനുമോളുടെ വീട്ടിൽ പോയി പൈസ വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ അനുമോൾക്ക് എത്ര പോസ്റ്റ് ഇട്ടു എൻ്റെ സോഷ്യൽ മീഡിയയിൽ, ഞാൻ നിങ്ങൾക്ക് ബൈറ്റ് വരുന്നു. ഇതെനിക്ക് അനുമോൾ കാശ് തന്നിട്ടാണോ? എനിക്ക് അനുമോടുള്ള ഇഷ്ടവും അവളോടുള്ള എന്നോട് അവൾ തരുന്ന ആ ഒരു സമീപനവും ആത്മാർത്ഥം കൊണ്ടാണ്. എന്റെ റീ എൻട്രിക്ക് ശേഷമാണോ? ഓ, ഈ മറ്റേ പുതിയ ആളുകളുടെ അത് നല്ലതല്ലേ? കാര്യം അവർ പോയിട്ട് അനുമോളെ അതിഭീകരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അത് നല്ല കാര്യമാണ്. അത് അനുമോൾക്ക് പോസിറ്റീവായി. അവർ അനുമോളെ നെഗറ്റീവാകുമെന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ ബിഗ് ബോസ് എന്ന ഷോയിൽ എല്ലാവരും വിചാരിക്കുന്ന പോലെയല്ല ഷോ പുറത്ത് സ്വിച്ച് ആവുന്നത്. ആളുകൾ കഴിക്കും ഞാൻ മാസമാണെന്ന്, പുറത്തെ ആളുകൾ അവർ 0 ആണെന്ന് മനസ്സിലാവുന്നത്. സ്വാഭാവികമാണ്. ഈ ഷോയുടെ ആ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ബ്രോ, നിങ്ങൾക്ക് അനുമോൾ ഒരു ബിരിയാണി വെച്ച് തന്നാൽ നാളെ നിങ്ങൾ ബിരിയാണി വെച്ച് കൊടുക്കുന്ന പ്രതീക്ഷയോടെ അനുമോൾ ബിരിയാണി വെച്ച് തന്നെ. അതാണ് അനുമോൾ നേച്ചർ. ഇപ്പം അനുമോളിപ്പോൾ നിങ്ങളോട് അതിയായ ആത്മാർത്ഥത കാണിക്കണം. ആ സെയിം ആത്മാർത്ഥത അനുമോൾക്ക് തിരിച്ചു കിട്ടുന്നുള്ള ഒരു സാധനം അനുമോൾക്കുണ്ട്. അവളെ എപ്പോഴും ഒരു വ്യക്തിയോട് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അനുമോൾ പ്രതീക്ഷിക്കുന്ന ആ വ്യക്തി അനുമോളെ സഹായിക്കുന്നതാണ്. അവൾ ഭയങ്കര ഒരു ജെന്യൂനായിട്ടുള്ള സ്ത്രീയാണ്. അതാണ് പ്രശ്നം. അതാണ് ഈ ഏറ്റവും കൂടുതൽ ട്രബിളിൽ പോയിട്ട് ഹൗസിൽ ഏറ്റവും ട്രബിൾ വാങ്ങിച്ച അനുമോളാണ്. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ട്രബിളിൽ പോയി പെട്ടത് അനുമോളാണ്. അതിൽ ഓവർ ജെന്യൂനും ആളുകൾ ഓവറായിട്ട് വിശ്വസിക്കുകയും ആളുകളെടുത്ത് അവളുടെ രഹസ്യങ്ങൾ ആളുകളോട് പറയുകയും ആ രഹസ്യം അവരെടുത്ത് അവളെ വോട്ട് ചെയ്യാൻ അത് യൂസ് ചെയ്യുകയും ടാർഗറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അത് ബിഗ് ബോസിലെ അനുമോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് അനുമോൾ ബിഗ് ബോസ് മെറ്റീരിയലൊന്നല്ല, ഒരു നല്ല ഗുഡ് ഹ്യൂമനാണ്. അതാണ് പ്രശ്നം. അപ്പോൾ ഒരു ഓവറായിട്ട് നല്ല മനുഷ്യന്മാർക്കൊന്ന് ബിഗ് ബോസിൽ പോയിട്ട് അവിടെ ഇപ്പം ബിഗ് ബോസിൽ പോവാം,
പക്ഷേ അതിൻ്റെ അകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോ ദിവസം തള്ളി നിൽക്കാൻ, ഭയങ്കര പാടാ. 16 ലക്ഷം രൂപ ഉണ്ടായിരുന്ന അനിമോൾ ബിഗ് ബോസ് പോലും. കാര്യം ഈ ഷോയ്ക്ക് പോണക്കാലം മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പറയും, ഇക്ക വലിയ ഉദ്ഘാടനം പറയണമൊക്കെ, എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ ഇല്ല, എന്തെങ്കിലും ഉദ്ഘാടനം പറയാം, ആ പൈസ ഇട്ടിട്ട് വേണം എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. കാര്യം ഇപ്പോൾ പോയത് തന്നെ എനിക്കൊരു സ്റ്റുഡിയോയിൽ അങ്ങോട്ടൊക്കെ പോയി ഡ്രസ്സ് വാങ്ങിച്ചു, മാക്സിലൊക്കെ പോയിട്ട്. പിന്നെ ഡ്രസ്സ് കുറേ കൊളാബൊക്കെ കിട്ടിയിട്ടൊക്കെ ആൾ പോയേക്കണം. ഇത് പൈസ ഒന്നും ഇല്ല ബ്രോ. 16 ലക്ഷം ഉണ്ടായിരുന്ന ഈ വേറെ ഇതിന് പരിപാടി ചെയ്യാൻ പാടില്ല. ലക്ഷങ്ങൾക്കൊരു വിലയല്ലേ. ഒരിക്കലുമില്ല. സ്റ്റാർ മാജിക് തങ്കച്ചനും അനിമോളും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. കാര്യം അവർ തമ്മിൽ ആ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഫൺ എലിമെൻ്റ് ആണ്, അതിൽ ഒരു സീരിയസ് സാധനമില്ല. കാര്യം ആ ഷോയുടെ ഫൺ എലിമെൻ്റ് ആണ്. പിന്നെ സ്റ്റാർ മാജിക്കും ബിഗ് ബോസിനും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല, രണ്ട് തലത്തിൽ നിൽക്കുന്ന ഷോ ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അനീഷിന് അനിമോളോട് ഇഷ്ടം തോന്നാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അനീഷിന് അവിടെ കംഫർട്ടായിട്ടുള്ള ഒരു സ്ത്രീ അനിമോളായിരുന്നു. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു, ഏറ്റവും കൂടുതൽ പെരുമാറുന്നു. അപ്പോൾ സ്വാഭാവികമാണ്, ഒരു മനുഷ്യനല്ലേ, ഹ്യൂമനല്ലേ, ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നാന്ന് പറഞ്ഞാൽ അത് പറയാൻ ഗഡ്സിന് അനീഷ് സല്യൂട്ടാണ്. കാര്യം അത് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം പോയിട്ട് ആ പെണ്ണിനോട് എനിക്ക് ഇഷ്ടം തോന്നിയത് അനീഷ് പറഞ്ഞ അനീഷിനോട് വലിയൊരു സല്യൂട്ടാണ്. കാര്യം പറഞ്ഞാൽ അത് അനീഷിൻ്റെ ഗഡ്സ് തന്നെയാണ്. അതെ 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 എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ബിഗ് ബോസ് ഗസ്റ്റായിട്ട് പോയ സമയത്ത് അനീഷ് അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ പെങ്ങളെ കളിയാക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അനിമോളെ കളി അപ്പം അത്ര അനീഷ് അനിമോളായിട്ട് അത്രയും ഒരു അടുപ്പമുള്ള ആളാണ്. പിന്നെ ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്റ്റാണ്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുക, അതിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ അതിൽ പ്രായമില്ല, വലിപ്പം ചെറുപ്പം അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആരോടും തോന്നുന്ന കാര്യമാണ്. അത് നമ്മളിപ്പോൾ അത് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. നമ്മൾ സൂര്യൻ ഉദിക്കുന്ന പോലെയാണ്. ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നാന്ന് പറയുമ്പോൾ ആണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നാം, പെണ്ണിനോട് ഇഷ്ടം തോന്നാം, ആണും പെണ്ണും. അത് ഓരോ കോമൺ. അത് നമ്മൾ ഒരിക്കലും ഒരാളുടെയും പേഴ്സണൽ കാര്യമാണ്. ഞാനിപ്പോഴും പറയുന്നത് അനീഷും അനിമോളും തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ ആണ്. അത് അവർ തമ്മിൽ പുറത്തിറങ്ങിയിട്ട് സംസാരിച്ച് തീരും. പിന്നെ അതിൽ തന്നെ അനിമോളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, എനിക്ക് അനീഷിനെ ബ്രദറിനെ പോലെ കാണുന്നതിനൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടായിരുന്നു. എനിവേ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷെ എന്തായാലും എനിക്ക് ഈ രണ്ടുപേരും അനീഷോ അനിമോളോ ആര് ചോദിച്ചാലും ഞാൻ ഹാപ്പിയാണ്. അനിമോൾ ചോദിച്ചാൽ ഇരട്ടി മധുരമായിരിക്കും, അനീഷ് ചോദിച്ചാലും എനിക്ക് ഹാപ്പിനെസ് കൊടുക്കും. കാര്യം രണ്ട് ഗുഡ് ഹ്യൂമൻസാണ്. ഈ അനിമോളും അനീഷും നല്ല മനുഷ്യന്മാരാട്ടോ, രണ്ടുപേരും നല്ല ആളുകളാണ്. എൻ്റെ പൊന്നു ബ്രോ, ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടെയുള്ള എല്ലാ ആളുകൾക്കും PR ഉണ്ടെന്നേ. ഈ PR എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിയുടെ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ അവരുടെ നല്ല വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് PR എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ എല്ലാ അക്ബറിനുണ്ട്, ഷാനവാസിനുണ്ട്, ആദില നോറയ്ക്കുണ്ടായിരുന്നു, അനീഷിനുണ്ടായിരുന്നു, അനിമോൾക്കുണ്ട്, നിവിനുണ്ട്. എല്ലാവരും PR എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാങ് ഓഫ് ഉണ്ട്. അതിന് PR എന്നില്ല, അതിന് പേര് നമ്മുടെ ഫാൻസ് എന്ന് പറയണത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ. PR എന്നുള്ള പേര് എനിക്കറിയില്ല. പിന്നെ ബിഗ് ബോസ് എന്ന ഷോ അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു അനിമോളുടെ ഫോൺ അനിമോളുടെ സിസ്റ്ററിൻ്റെ കയ്യിലുണ്ട്, ഈ പറഞ്ഞ ബിനു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ PR എന്താണ് PR ഉദ്ദേശം എനിക്കറിയില്ല, മനസ്സിലാവുന്നില്ല. വിനു എന്ന് പറഞ്ഞ വ്യക്തിനെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചിട്ട്. കാര്യം വിനു ബിഗ് ബോസ് സീസൺ ഇപ്പോൾ ഈ അഖിൽ രാജ് കോട്ടത്തലയുടെ സീസണും വിനുവാണ് സപ്പോർട്ട് ചെയ്തത്, ജിൻഡോയുടെ സീസണും, അങ്ങനെ ഒരുപാട് ആളുകൾ സീസണിൽ വിനുവാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് വിനു സപ്പോർട്ട് ചെയ്ത അവർക്ക് കുറച്ച് പ്രൊമോഷൻ കിട്ടുന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. അത് നന്നായിട്ട് കളിച്ച ഈ അഖിൽ രാജ് കോട്ടത്തിൽ അവിടെ ഭീകര പ്ലേ നടത്തിക്കൊണ്ട് അഖിൽ രാജ് കോട്ടത്തിൽ ജയിച്ചത്. അതുപോലെ ജിൻഡോ നല്ലോണം അതിനകത്ത് പ്ലേ നടത്തിക്കൊണ്ട് അതൊരു സാബുക്ക് ജയിച്ചതും അതങ്ങനെ തന്നെ. അനിമോൾ ഇപ്പോൾ ജയിക്കാൻ കാരണമാവുന്ന അങ്ങനെ തന്നെയാണ്. ദിൽഷ ജയിച്ചത് അതുപോലെ തന്നെ. അതിന് വ്യക്തമായിട്ടൊരു റീസൺ ഉണ്ട്. അവരെല്ലാവരും ഭയങ്കര ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജയിച്ച ആൾക്കാരല്ല, അല്ലാതെ PR-ന്റെ ബലത്തിൽ ജയിച്ച ആൾക്കാരല്ല ഇവരാരും. അനിമോൾ തെറ്റുകണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കുലസ്ത്രീയാണ്. അങ്ങനെ ഞാൻ കുലപുരുഷനാണോ? ഞാൻ തെറ്റുകണ്ട് ചൂണ്ടിക്കാണിക്കുന്നു, അത് മോശമാണോ? തെറ്റുകണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് മോശമാണോ? അത് കുലസ്ത്രീ ആവുന്നില്ല. സ്ത്രീകൾ പറയുമ്പോൾ കുലസ്ത്രീ ആവുന്നു, പുരുഷന്മാർ പറഞ്ഞാൽ സദാചാര പോലീസുകാരനാവുന്നു. തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുന്നേ. ഞാൻ എൻ്റെ നാട്ടിൽ പിള്ളേർ കഞ്ചാവ് വലിച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടെണ്ണം കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞാൽ കൊടുക്കുകയും ചെയ്യും, അവർ ഓടിക്കും. അപ്പം ഞാൻ എന്താ സദാചാര പോലീസുകാരനാവോ? ആവൂല. സായിയുടെ കാര്യം ഒന്നും പറയേ വേണ്ട. സായി ഉണ്ണിമൂന്നനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ണിമൂന്നൻ സായി തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ വീഡിയോ ഞാൻ കണ്ടു, ഞാൻ ഞെട്ടിപ്പോയതാണ്. സായിയുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് വിയോജിപ്പുണ്ട്. പറ എന്താ പറഞ്ഞത്? ഞാൻ ഇപ്പോഴും പറയുന്നു, ആരും ഇപ്പൊ എല്ലാവരും തികഞ്ഞ ഞാൻ വലിയ ബുദ്ധിമാനെന്ന് ഞാൻ പറയുന്നില്ല. സായി ഭയങ്കര ബുദ്ധിമാനാണ്. സായി ബിഗ് ബോസിൽ പോയിട്ട്
പുറത്തായ ഒരാളാണ്. ഒരിക്കലും സായിക്ക് അങ്ങനെ പറയാൻ പാടില്ല. കാര്യം സായി ബിഗ് ബോസിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. അവിടുത്തെ റൂൾസ് ആൻഡ് എല്ലാ കാര്യങ്ങളും സായിക്ക് അറിയാം. സായി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മണ്ടനും മണ്ടി എന്ന് പറയും. സായിക്ക് അനുമോളനെ പേഴ്സണലി പരിചയമില്ലാതെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരു ഷോ കണ്ടിട്ടോ ഒരു ഇതുകൊണ്ടോ അനുമോളൊക്കെ നല്ല വ്യക്തപര അനുമോൾ നിങ്ങൾക്ക് അറിയോ? അനുമോൾ കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. നിങ്ങൾക്കറിയോ? കേരള സ്റ്റേറ്റ് അവാർഡ് ആക്ട്രസ് വിൻ ചെയ്ത ആളാണ് അനുമോൾ. അപ്പോൾ ഒരു ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് വിന്നറാകാൻ പറ്റുമോ? നിങ്ങൾക്കറിയില്ല. ഒരു ആക്ട്രസ് ആയിട്ട് വിൻ ചെയ്തിട്ടുണ്ട് അനുമോൾ. സീരിയൽ ബെസ്റ്റ് സീരിയലിൽ എന്തോ ബെസ്റ്റ് ടെലിവിഷൻ ആക്ട്രസ് വിൻ ചെയ്ത ആളാണ് അനുമോൾ. എന്തിനാണ് ഒരാളെ പറ്റി മണ്ടനം മണ്ടി എന്നൊക്കെ പറഞ്ഞത്? അതെ, അനുമോള് ഭയങ്കര സൂക്ഷിച്ചാണ് കാശ് ചെലവാക്കുന്നത്. നിങ്ങൾ പിശിക്കല്ലേ? കാശ് വളരെ വളരെ കെയർഫുൾ ആയിട്ടല്ലേ പൈസ ചെലവാക്കുന്നത്? ലാവശ്യം ചെലവാക്കല അതന്നെ സ്വാഭാവികമാണ്. കാശ് ഈ അനുമോൾ എന്ന വ്യക്തി 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൂക്ഷിച്ച് ചെലവാക്കുന്ന ആളാണ്. അത് നമ്മൾ നല്ല പിശിക്കുന്നു പറയും. അത് നമ്മളിപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അവൾ വളരെ കെയർഫുൾ ആയിട്ട് ഒരു നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കുറെ ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അപ്പൊ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടും. നമ്മളിങ്ങനൊക്കെ നടക്കുന്നു. ഞാൻ പക്ഷെ എന്റെ ഡെയിലി ലൈഫിൽ ഇങ്ങനൊന്നും അല്ല നടക്കുന്നത്. ഞാൻ ഓട്ടം വേണ്ട ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നു. അപ്പൊ ഈ അനുമോളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾ ബസ്സിന് പോകുന്നു. അങ്ങനെയാണ് ഞാനും എല്ലാ പ്രോഗ്രാമിനും അങ്ങനെയാണ് പോകുന്നത്. ഇതെല്ലാം എനിക്കറിയാം. എനിക്ക് ആരതിനെ അറിയാം. ആരതി തിരൂര് ഉദ്ഘാടനത്തിന് ട്രെയിനാ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഈ സെയിം തന്നെ അനുമോളും ഇവ അറിയുന്ന കാര്യം തന്നെയാണ്. ആരതി പോയ സെയിം കാര്യം. അനുമോൾക്ക് ഡ്രൈവറില്ല. ഈ അനുമോൾ ഞാനെ കളിയാക്കി ഒരു കാറ് വാങ്ങിച്ചേ. അത് കാറ് വാങ്ങിച്ച് ഓടിക്കാറിയില്ല. ഡ്രൈവിംഗ് ഓടിക്കാൻ പറഞ്ഞത് അതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ആരതി എങ്ങനെയാണോ അതുപോലെ സെയിം അതെനിക്ക് അനുമോളെ അറിയാം. അവർ എങ്ങനെ വരുന്നത് പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പം അനുമോളാണെങ്കിൽ ഞാനിവിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കണം. ഇവിടുന്ന് പോകുമ്പോൾ ട്രെയിന് അതും എനിക്കറിയാം. അവൾ അങ്ങനെയാണ് പോകണം തിരുവനന്തപുരത്തേക്ക്. അനീഷ് വരും, അക്ബർ വരും, എൻ്റെ മനസ്സിൽ ഷാനവാസ്, നിവിനും വരാം. എനിക്ക് ഷാനവാസാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഷാനവാസ് നല്ല ഗെയിമറായിരുന്നു. പക്ഷേ നല്ല ഹ്യൂമനാണ് ഷാനവാസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. നല്ല മനുഷ്യൻ, പാവമാണ്. ആദില നോറുടെ എവിക്ഷൻ ഞാൻ ഞെട്ടിപ്പോയൊരു എവിക്ഷനാണ്. കാര്യം ആദില നോറയും ബിഗ് ബോസിൽ അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴും ആണോന്ന് എനിക്കല്ല. പക്ഷേ അതിൽ കുറേ അവർ തമ്മിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ റോങ് ആയിട്ട് പോയി. കാര്യം അനുവിനെ അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അത് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര റിഗ്രറ്റിംഗ് ആയിരിക്കും. അനുമോനെ എങ്ങനെ അവർ ഫേസ് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കണം. അനുമോളിത് എങ്ങനെ വീഡിയോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങ് മാറിയിട്ട് തള്ളി പറഞ്ഞു വന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഒരു നല്ല സുഹൃത്തുന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ സിറ്റുവേഷനിൽ മോശം അവസ്ഥയിൽ നമ്മൾ തള്ളി പറയുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അത് ഞാൻ സെയിം സാധനം ഫേസ് ചെയ്ത കാര്യം. എൻ്റെ വളരെ മോശം അവസ്ഥയിൽ അനുമോൾ എൻ്റെ കൂടെ നിന്ന ഒരാളാണ്. അനുമോൾ ഒരു വ്യക്തിയെ അയാളുടെ മോശം അവസ്ഥയിലും കൂടെ നിൽക്കും, നല്ല അവസ്ഥയിലും കൂടെ നിൽക്കും. അതാണ് അനുമോളുടെ ക്വാളിറ്റി. ഞാൻ അത് ഫേസ് ചെയ്ത ആളാണ്. കാര്യം എൻ്റെ മോശം അവസ്ഥയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി അനുമോളാണ്. സ്ത്രീകളിൽ എനിക്ക് വലിയൊരു ആരോപണം വന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അതെനിക്കറിയാം. അതുകൊണ്ട് അനുമോളെ ക്വാളിറ്റി എനിക്കറിയാം. അവിടെ ഞാൻ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അനുമോളുടെ ക്വാളിറ്റി എനിക്ക് അറിയുന്ന ആളാണ്. അത് എല്ലാവർക്കും അറിയാം. സ്റ്റാർ മാജിക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. അനുമോൾ ഭയങ്കര ക്വാളിറ്റി ഉള്ള സ്ത്രീയാണ്. ഒരാളെയും പുറകിൽ നിന്ന് ബൈറ്റ് ചെയ്യില്ല. ബാക്ക് ബൈറ്റിംഗ് ഒന്നും ഇല്ല, ബാക്ക് ബുള്ളിങ് ഇല്ല. താങ്ക് യു.